Magic Magic morning. morning to all. Magic morning. ഇന്ന് ബിമാജിക്കിന്റെ 2252 ദിവസമാണ്. ബീയിങ് അലൈവ് എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി ഇന്ന് നടക്കുന്ന മോർണിംഗ് സെഷനിലേക്ക് പ്രിയപ്പെട്ട എല്ലാ മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. സൈക്കോളജിസ്റ്റും ലൈഫ് കോച്ചുമായ മായ പിള്ള മാമാണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. സോ വെൽക്കം മാം. ഹായ്, നമസ്കാരം. നമസ്കാരം മാം. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടോ? കുറച്ച് പേര് ഞാൻ കാണുന്നു. ബഷീർ സാർ, ഹായ് സാർ, കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നെ? ഇടയ്ക്ക് സൗണ്ട് ബ്രേക്ക് ആവുന്നു. കേൾക്കാം. ആദ്യമായിട്ട് ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദി പറയുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത് ഉണ്ണികൃഷ്ണൻ സാറാണ്. ഉണ്ടോ? ഒന്ന് കാണാൻ പറ്റുമോ? കേൾക്കുന്നുണ്ടോ ഷൈമിന? കേൾക്കുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാന് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഈ വടക്കോട്ടൊക്കെ ഉള്ളവര് ഒരുപാട് മനസ്സിന് നന്മയുള്ളവരാണ്, മനസ്സിലൊരു കാലുഷ്യവും ഇല്ലാത്തവരാണ് എന്നൊക്കെ. അപ്പോൾ അതിൽ തന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് അവരുടെ ദിവസം ആരംഭിക്കുന്ന അത്രയും നല്ല വ്യക്തികളെന്ന് പറയുമ്പോൾ നല്ലവരിൽ നല്ലവരാണ്, അല്ലേ? അപ്പോൾ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ പ്രഭാതം എനിക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യവും സന്തോഷവുമായിട്ട് കരുതുകയാണ്. കേൾക്കാമല്ലോ എന്നെ, അല്ലേ? കേൾക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു ടോപ്പിക്ക് പറഞ്ഞിരുന്നു. എന്താണ്? ബീയിങ് അലൈവ്. ബീയിങ് അലൈവ് എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുക, അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുക, സജീവമായിരിക്കുക, അതല്ലേ അർത്ഥം? ചിലരെ പറ്റി നമ്മൾ പറയാറുണ്ട്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന്. അങ്ങനെയാകാതെ നമ്മളെപ്പോഴും ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ലൈവായിട്ടിരിക്കുക, അലേർട്ടായിട്ടിരിക്കുക, സാഹചര്യങ്ങളെപ്പറ്റി ബോധ്യമുള്ളവരായിരിക്കുക ഏത് സാഹചര്യത്തിലും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഗ്രൂപ്പ് അലേർട്ടാണ് എന്നെനിക്ക് മനസ്സിലായി. പോസിറ്റിവിറ്റി ഉള്ളവരാണ്, എപ്പോഴും ജീവിതത്തെ ഒരു ആവേശത്തോടുകൂടി കാണുന്ന വ്യക്തികളാണ്. ഒരു വ്യക്തിക്ക് അറിവുണ്ടാകുന്നത് 4 രീതിയിലാണ്. അതായത് ജനനം മുതൽ മരണം വരെ അറിവ് ആർജിക്കുക. 4 രീതിയിൽ നമുക്ക് അറിവ് ആർജിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കാം, കാരണം ഇപ്പോൾ 2200 ശിഷ്ടം എന്തോ എപ്പിസോഡാണ്, ദിവസങ്ങളാണിത്. അപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തരും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഓരോ അറിവുകൾ പകർന്നു തരുന്നുണ്ടാവും. തീർച്ചയായും ഇതൊക്കെ നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 4 രീതിയിലുള്ള അറിവെന്ന് പറയുന്നത്: ആചാര്യാത് പാദമാദത്തെ, പാദം ശിഷ്യ സ്വമേധയ, പാദം സത് ബ്രഹ്മചാരിഭ്യ, പാദം കാലക്രമേണ ച എന്നാണ്. അതായത് 4ൽ ഒരു ഭാഗം, 4 രീതിയിലാണ് അറിവ് കിട്ടുന്നത്. 4ൽ ഒരു ഭാഗം നമുക്ക് ഗുരുമുഖത്തു നിന്ന് കിട്ടും, ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടും.
മറ്റൊരു ഭാഗം പാദം ശിഷ്യ സ്വമേധയ, അതായത് നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്ന അറിവുകളാണ്. അതായത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തോ ബുക്കുകൾ വായിച്ചോ ഒക്കെ നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്ന അറിവുകളാണ്. പിന്നെ മൂന്നാമത്തേത് പാദം സത് ബ്രഹ്മചാരിഭ്യ, നല്ലവരായ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന നല്ലവരായ വ്യക്തികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഒരു ഭാഗം അറിവ്. അതായത് നിങ്ങൾക്ക് ഇത്രയും ദിവസങ്ങളിലും ഓരോരുത്തരും വന്ന് പകർന്നു തരുന്ന അറിവുകളും അത് ആ കൂട്ടത്തിൽപ്പെടും. പാദം സത് ബ്രഹ്മചാരിഭ്യ. പാദം കാലക്രമേണ, അതായത് ജീവിതത്തിൽ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടും. ജീവിച്ചു പോകുമ്പോൾ അനുഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അതായത് മരണക്കിടക്കയിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടും എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ, ജനനം മുതൽ മരണം വരെ അവനൊരു വിദ്യാർത്ഥിയാണ്, അല്ലേ? ഇനി ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട, ഒരു ഉത്തമനായ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട 5 ലക്ഷണങ്ങൾ കാണിക്കുന്ന, പ്രതിപാദിക്കുന്ന ഒരു ശ്ലോകമുണ്ട് സംസ്കൃതത്തിൽ. കാകചേഷ്ട, ഭഗോത്ഥാനം, ശ്വാനനിദ്ര തഥൈവ ച, അല്പാഹാരി, ഗൃഹത്യാഗി, വിദ്യാർത്ഥി, 5 ലക്ഷണം. ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട 5 ലക്ഷണങ്ങളാണ്. അതിൽ ഒന്ന് കാകചേഷ്ട. കാക്ക, നമുക്കറിയാം കാക്കയുടെ കൗശലം അല്ലെങ്കിൽ കാക്കയുടെ സ്ഥിരോത്സാഹം, പരിശ്രമം ഒക്കെ നമുക്കറിയാം. നമ്മുടെ കയ്യിലൊരു സാധനം, കാക്കയ്ക്ക് ആവശ്യമുള്ള ഒരു സാധനം നമ്മുടെ കയ്യിലിരുന്നാൽ അതിങ്ങനെ നോക്കിയിരിക്കും. എപ്പോഴാ നമ്മുടെ കണ്ണൊന്ന് മാറുമ്പോൾ അത് തട്ടിക്കൊണ്ടു പോകും, അല്ലേ? അതുപോലെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് പഠിച്ചിട്ടുള്ള ഒരു പാഠമാണ് കാക്കയെ പറ്റി. ചെറിയ ഒരു കുടത്തിൽ ചുവട്ടിക്കിടക്കുന്ന വെള്ളം, അതിന് ദാഹം വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് പെബിൾസ്, കല്ലുകൾ പെറുക്കി ആ കുടത്തിലിടുന്നു. എന്നിട്ട് ആ വാട്ടർ ലെവൽ ഉയർത്തി വെള്ളം കുടിച്ച് അത് ദാഹം തീർക്കുന്നു. അപ്പോൾ എത്രമാത്രം പരിശ്രമിയാണ്, സ്ഥിരോത്സാഹിയാണ് കാക്ക എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി എപ്പോഴും കാക്കയെപ്പോലെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. അതായത് കാക്കയെപ്പോലെ സ്ഥിരോത്സാഹിയായിരിക്കണം, പരിശ്രമിയായിരിക്കണം. അറിവ് നേടുന്ന കാര്യത്തിൽ ഒരു കാക്കയെപ്പോലെ ആയിരിക്കണം. രണ്ടാമത് പറയുന്നത് ബഗോധ്യാനം. ബഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊക്കാണ്, അല്ലേ? കൊക്കിനെ പോലെ ഏകാഗ്രത ഉണ്ടായിരിക്കുക. എന്താ പറയുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ട് പാടത്തൊക്കെ വെള്ളത്തിൽ ഊളിയിട്ട് പോകുന്ന മീനുകളെ പിടിക്കാനായിട്ട് മണിക്കൂറുകളോളം ഒറ്റക്കാലിൽ കൊക്ക് തപസ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഏകാഗ്രത, മറ്റൊന്നും അതിനെ, ചുറ്റും നടക്കുന്നതൊന്നും അതിനെ അലട്ടാറില്ല. അതിങ്ങനെ ഏകാഗ്രമായി നോക്കി നിൽക്കും ഇരയെ പിടിക്കാനായി. അപ്പോൾ ആ ഒരു ഏകാഗ്രത ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഒരു വ്യക്തിക്കും ആ ഏകാഗ്രത ഉണ്ടായിരിക്കണം. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിയാണ് മരണം വരെ. മൂന്നാമത് ശ്വാനനിദ്ര. നായയുടെ ഒരു അലേർട്ട്നെസ്. അത് നമുക്കറിയാം, നായ എത്ര വലിയ ഉറക്കമായാലും എന്തെങ്കിലും ഒരു ചെറിയ അനക്കം കേട്ടാൽ അത് പെട്ടെന്ന് അലേർട്ടാവും, അല്ലേ? അതുപോലെ ഒരു നായയെ പോലെ ജാഗ്രതയുള്ള വ്യക്തികളായിരിക്കണം നമ്മൾ. ഇനിയും നാലാമതൊരു കാര്യം പറയുന്നുണ്ട്, അല്പാഹാരി, മിതമായ ഭക്ഷണം. അമിതമായി ഭക്ഷണം കഴിക്കാതെ മിതമായി ഭക്ഷണം കഴിച്ച് ശരീരത്തിന് ആവശ്യമുള്ള കലോറിക്ക് ആവശ്യമായ ഭക്ഷണം മാത്രം കഴിച്ച്, അതായത് അമിതമായി ഭക്ഷണം കഴിച്ച് അലസതയോടിരിക്കാതെ എപ്പോഴും ജാഗ്രതയോടിരിക്കുക. ഈ അല്പാഹാരി എന്ന് പറയുന്നത് നമ്മൾ വയറിൽ കഴിക്കുന്ന ആഹാരം മാത്രമല്ല, പിന്നെയോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് നാം കൊടുക്കുന്ന ഭക്ഷണവും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് വയറിന് കൊടുക്കുന്നത് മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മൾ കണ്ണിനും മൂക്കിനും ത്വക്കിനും നാക്കിനും എല്ലാം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം. എന്താ ഭക്ഷണം? ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എങ്ങനെയാണ്?
നമ്മുടെ ചെവികളിൽ കേൾക്കുന്നതും കണ്ണുകളിൽ കാണുന്നതും ഉൾപ്പെടെ രുചിക്കുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഇന്ദ്രിയങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അതാണ്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ ആവാഹിക്കുന്നതാണല്ലോ ബ്രെയിനിലേക്ക് പോകുന്നതും, അല്ലേ? അപ്പോൾ ചിന്തകളെ മലീമസമാക്കാതിരിക്കാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അത് ഹെൽത്തി ആയിരിക്കണം, മീൻസ് പോസിറ്റീവ് ആയിരിക്കണം. ദെൻ അഞ്ചാമതൊരു കാര്യമുണ്ട്. അതെന്താ പറഞ്ഞത്? ഗൃഹത്യാഗി. ഗൃഹത്യാഗി എന്ന് പറയുമ്പോൾ നമ്മൾ വീട് വിട്ട് പോവുക എന്നുള്ളതല്ല, നമ്മുടെ ഗൃഹം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, പിന്നെ കംഫർട്ട് സോൺ വിടുക. ഈ ലൗകിക ലോകത്തെ ആർഭാടങ്ങളിലും മുഴുകിയിരിക്കാതെ, ഈ ലൗകിക ലോകത്തെ സുഖലോലുപതയിൽ മുഴുകിയിരിക്കാതെ എന്താ ചെയ്യണ്ടേ? നമ്മുടെ കടമകളെ മറക്കരുത്. ആ സുഖലോലുപതയിൽ മുഴുകിപ്പോയാൽ നമ്മൾ കടമകളെ മറക്കും. അങ്ങനെ മറക്കാതെ സമൂഹത്തോടുള്ള നമ്മുടെ കർത്തവ്യങ്ങളെ മറക്കാത്ത വ്യക്തികളായിരിക്കുക. അതാണ് കാക്കചേഷ്ട. ഒരു കാക്കയെ പോലെ സ്ഥിരോത്സാഹിയായിരിക്കണം, പരിശ്രമിയായിരിക്കണം ഒരു വ്യക്തി. പിന്നെയോ കൊക്കിനെ പോലെ ഏകാഗ്രതയുള്ള വ്യക്തിയായിരിക്കണം. ഒരു നായയെ പോലെ ജാഗ്രതയുള്ള വ്യക്തിയായിരിക്കണം. മിതമായി ആഹാരം കഴിച്ച്, ആവശ്യത്തിന് മാത്രം ആഹാരം കഴിച്ച്, ഇന്ദ്രിയങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുത്ത്, നല്ല കാഴ്ചയും കേൾവിയും കൊടുത്ത്, നല്ല സ്പർശനവും നല്ല മണവും നല്ല രുചിയും ഒക്കെ മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കുക. ഇനിയും അതല്ല, നെഗറ്റീവ് ആണെങ്കിൽ പോലും കാണുന്നതോ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് നല്ലത് മാത്രം കണ്ടാൽ മതി, നല്ലത് മാത്രം കേട്ടാൽ മതി എന്ന് പറയാൻ പറ്റില്ല. ആ കാണുന്നതിൽ നിന്നും കേൾക്കുന്നതിൽ നിന്നും നമ്മൾ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ അതിലെന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ആ പോസിറ്റീവ് മാത്രം അതിൽ നിന്ന് എടുക്കുക. അതുപോലെ തന്നെ സുഖലോലുപതികൾ മുഴുകാതെ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും അലേർട്ടായിട്ട് ചെയ്യാനുള്ള ഒരു ആർജവം ഉണ്ടായിരിക്കുക. ഇതാണ് ആ ഒരു വിദ്യാർത്ഥി പഞ്ചലക്ഷണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ നമുക്ക് നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റണം, അല്ലേ? ഇമോഷൻസ് ആണല്ലോ, ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരിക ബുദ്ധി. അതില്ലാതെ വരുമ്പോഴാണ് മനുഷ്യൻ ചെകുത്താനാകുന്നതും മണ്ടൻ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കേണ്ടി വരുന്നതും ഒക്കെ. നമുക്ക് വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിയായിരിക്കണം. അമ്മായി, ഞാൻ ആരാണ്, എന്നെ അറിയുക. ശരിക്കും നമ്മൾ പറയും KYC, നോ യുവർ കസ്റ്റമർ. ഇവിടെ എന്താ വേണ്ടത്? നോ യുവർ സെൽഫ്. നമ്മളെ അറിയുക, സ്വയം അറിയുക. നിങ്ങൾ ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ്. എല്ലാവരും ഇതെല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. ഞാൻ ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഹുവാമൈ എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ്, എല്ലാ അർത്ഥത്തിലും ഞാൻ ആരാണ്, അത് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ പറയും എപ്പോഴും ഒരു പോക്കറ്റ്, ഒരു ചെറിയ ഡയറി, അതിനകത്ത് നമ്മളുടെ പേരും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, നമുക്ക് അടുത്ത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ഒക്കെ 1-2 ഫോൺ നമ്പർ ഒക്കെ എപ്പോഴും സൂക്ഷിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടാൽ, അല്ലെങ്കിൽ നമുക്കൊരു അപകടം സംഭവിച്ചാലൊക്കെ മറ്റുള്ളവർ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരാരാണ്, അവരെ വിവരം അറിയിക്കുക, അങ്ങനെ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാൻ പറ്റണം. ഞാൻ പറയുന്നത്, നമുക്ക് ഒരു ഡയറി ഓപ്പൺ ചെയ്യുക, നമ്മളെ പറ്റിയുള്ള ഒരു ഡയറി ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമ്മളുടെ പേരോ അഡ്രസ്സോ, നമ്മളുടെ ആധാർ കാർഡ് നമ്പറോ പാൻ കാർഡ് നമ്പറോ, അതുപോലെ പാസ്പോർട്ട് നമ്പർ, അങ്ങനെയൊക്കെ എല്ലാം, ഹൈറ്റ്, വെയ്റ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, ഇതെല്ലാം രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഓരോ ദിവസവും ആ ഡയറിയിൽ ഞാൻ ഇന്ന്
ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച നിമിഷം ഏതാണ്? അല്ലെങ്കിൽ ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുത്തിയ കാര്യം എന്താണ്? എന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ കാര്യം എന്താണ്? അല്ലെങ്കിൽ ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ച, കോപാകുലനാക്കിയ, അല്ലെങ്കിൽ ട്രിഗർ ചെയ്ത ആ ഒരു കാര്യം എന്താണ്? ആ ഒരു സംഭവം എന്താണ്? ഇതെല്ലാം നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കും. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് മതിയാവും. നമ്മൾ ആ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഉറങ്ങാൻ നേരം ആ ഒരു ഡയറി എടുത്തിട്ട് ഈ കാര്യങ്ങളെല്ലാം, നമ്മൾ സാധാരണ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എഴുതാറില്ലേ? അന്നുണ്ടായ എല്ലാ നല്ല സംഭവങ്ങൾക്കും യൂണിവേഴ്സിന് നന്ദി പറഞ്ഞ് എഴുതുന്ന ഒരു ഡയറി ഉണ്ടാവുമല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. അതുപോലെ നമ്മളുടെ ഇമോഷൻസ് രേഖപ്പെടുത്തുന്ന ഒരു ഡയറി. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ പുറകിലോട്ട് ഈ പേജുകളൊക്കെ ഒന്ന് മറിച്ചു നോക്കുമ്പോൾ നമ്മൾ ആരാണ്, നമ്മുടെ ഇമോഷൻസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ആ ഒരു പാറ്റേൺ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെപ്പറ്റി നമുക്കൊരറിവ്, ഒരു തിരിച്ചറിവുണ്ടാകും. എന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ കൂടുതൽ സന്തോഷവാനാകുന്നത് അല്ലെങ്കിൽ സന്തോഷവതിയാകുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നും പേജുകൾ മറിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാകുമ്പോൾ അതിന് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. കൂടുതൽ കോപാകുലനാകാതെ, അമിതമായിട്ട് ദേഷ്യം പിടിക്കാതെ, അപ്പോൾ ആ സംഭവങ്ങൾ എന്താണോ അതിന് നമുക്കൊരു പരിഹാരം കാണാൻ പറ്റും. ഒന്നുകിൽ ആ സ്ഥലത്തു നിന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന ട്രിഗർ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം. അതല്ലെങ്കിൽ അതിനെപ്പറ്റി, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെപ്പറ്റി നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് സംവദിക്കാം. ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം, അതിനൊരു പരിഹാരം കാണാം. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, അമിതമായ ഇമോഷൻസ് കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രൊആക്റ്റീവ് ആകാൻ പറ്റും. പരിഹാരം കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്? നമ്മളെ ഭരിക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്? അത് അമിതമാകുന്നത് എപ്പോഴൊക്കെയാണ്? അതെങ്ങനെ എന്നെ സ്വാധീനിക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. ദാറ്റ് ഈസ് സെൽഫ് അവയർനെസ്. നമ്മളെപ്പറ്റിയുള്ളൊരു അവയർനെസ് നമുക്കുണ്ടാകും. അതുപോലെ സെൽഫ് മാനേജ്മെൻറ്റ്, എങ്ങനെ ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? എത്ര വലിയ സമ്മർദ്ദത്തിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അതിനിടയിലും നമുക്ക് ശാന്തമായി പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തെ നോക്കിക്കാണാൻ പറ്റും, കൈകാര്യം ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ മാനേജ്മെൻറ്റ് പവറാണ്, സെൽഫ് മാനേജ്മെൻറ്റ്. നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റും. അതും ഈ ഡയറി ഇങ്ങനെ എഴുതി പോകുന്നത് കൊണ്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? സെൽഫ് മോട്ടിവേഷൻ. അതായത് എന്തെല്ലാം പ്രതികൂല ഘടകങ്ങളുണ്ടായാലും ജീവിതത്തിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്താൽ ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ അതിലേക്ക് വർക്ക് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ നമുക്കുണ്ടാകും, സെൽഫ് മോട്ടിവേഷൻ. അതുമല്ലാതെ മറ്റുള്ളവരുടെ വികാരങ്ങളെ, അവരുടെ ഇമോഷൻസിനെ, അവരുടെ ഫീലിങ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എമ്പത്തറ്റിക് ആവും, എമ്പതിയുള്ള വ്യക്തികളാണ് നമ്മൾ. അതുമല്ല, പിന്നെ മറ്റൊരു ഗുണം കൂടിയുണ്ട് ഇതിന്. നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. അതായത് ശാന്തമായിട്ട് അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കി എഫക്റ്റീവായിട്ട് അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ സോഷ്യൽ സ്കില്ല് വളർത്താൻ പറ്റും.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്താൽ ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആയ ഒരു ജീവിതം നയിക്കാൻ പറ്റും. അങ്ങനെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന ചൊല്ലിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളാകാതെ ജീവിച്ചിരിക്കുമ്പോൾ സാർത്ഥകമായിട്ട് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. സജീവമായിട്ട് നമുക്ക് ലൈവായിട്ടിരിക്കാൻ പറ്റും എപ്പോഴും. ദാറ്റ് ഈസ് ബീയിങ് എലൈവ്. അതല്ലേ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം? ലൈവായിട്ടിരിക്കുക, ചുറ്റുപാടുകളെ പറ്റി അലേർട്ടായിട്ടിരിക്കുക. നമ്മളിനി എവിടെയായാലും, വീട്ടിനുള്ളിലായാലും, ഒരു മാർക്കറ്റിൽ പോയാൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പോയാൽ, ഒരു ഓഫീസിൽ പോയാൽ, ഒരു ഷോപ്പിംഗ് മാളിൽ പോയാൽ ഒക്കെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ അലേർട്ടായിരിക്കുക, ലൈവായിരിക്കുക. ഇപ്പോൾ പുതിയ ഒരു തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നു അത് ഒരുപാട് കുറവാണ്. കാരണം അവരെല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ ഫോണിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആരുമായിട്ടും ഒരു സഹകരണമില്ല. കൂടുതലും കുറേ ഒരു വിഭാഗം. അപ്പോൾ നമ്മളെപ്പോഴും ചുറ്റുപാട് നടക്കുന്ന ഒരു കാര്യങ്ങളെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലാത്ത ഒരു തലമുറയായിട്ട് പോകുന്നു എന്നൊരു തോന്നലുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം, നിങ്ങളൊരു നല്ല സജീവമായ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഓരോരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കും ഒരു പക്ഷേ. ഗ്രൂപ്പുകൾ, ഈ കുട്ടികൾ, പുതിയ തലമുറയൊക്കെ നമുക്ക് ഓരോ ഗ്രൂപ്പുകളെ എടുത്തിട്ട് അവർക്ക് ഓരോ അവയർനെസ് കൊടുക്കുക. എങ്ങനെ ലൈവായിട്ട് ജീവിക്കാം, എങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴും നല്ല പൂർണ്ണതയോടെ ഫുള്ളസ്റ്റ് ജീവിതം ഫുള്ളസ്റ്റായിട്ട് ജീവിച്ച് തീർക്കാം. നമ്മുടെ മുന്നിലുള്ള അവസരങ്ങളെ നമുക്ക് എങ്ങനെ പെട്ടെന്ന്, അതായത് നമുക്കൊരു സോട്ട് അനാലിസിസ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ വീക്ക്നെസ്സസ്, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ വരാൻ പറ്റുന്ന ത്രെറ്റ്സുകൾ, അതല്ലേ സോട്ട് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് നമുക്കൊരു സോട്ട് അനാലിസിസ് എടുക്കുകയും നമ്മുടെ കഴിവുകളെ, സ്ട്രെങ്തിനെ കൂട്ടുകയും വീക്ക്നെസ്സുകൾ കുറച്ചു കൊണ്ടുവരികയും നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അത് തേടിപ്പിടിക്കാനും, എന്തൊക്കെയാണ് നമ്മളുടെ ത്രെറ്റ്സ്, ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഭീഷണികൾ, അതിനെയൊക്കെ പ്രൊആക്റ്റീവ് ആകാനും, നേരത്തെ കണ്ട് അതിന് ആവശ്യമായ പ്രൊആക്റ്റീവായിട്ട് അതിനെ ഒക്കെ എങ്ങനെ അത് നമുക്കില്ലാതെ ആക്കാം എന്നും മനസ്സിലാക്കുന്ന ഒരു തലമുറയായിട്ട് അവനവൻ്റെ സോട്ട് അനാലിസിസ് എടുത്ത് കഴിവുകളെ കൂട്ടിയും വീക്ക്നെസ്സിനെ കുറച്ചും ഓപ്പർച്യൂണിറ്റീസ് തേടിപ്പിടിച്ചും ത്രെറ്റ്സിനെ ഇല്ലാതാക്കിയും എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് മറ്റു യുവതലമുറയ്ക്കും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എന്നെ നിങ്ങളുടെ ടൈം 20 മിനിറ്റോ മറ്റോ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഷോർട്ടായിട്ട് ഒരു ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്കൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ, എങ്ങനെയാണ് ഒരു വ്യക്തി കൂടുതൽ ലൈവായിട്ടിരിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും ഒക്കെ കൂടുതൽ അറിവുകൾ എനിക്കും കിട്ടാൻ ആഗ്രഹമുണ്ട്. സോ ലെറ്റ് us start. അതൊന്ന് പറയോ? കാക്കജ്യേഷ്ഠ, പ്രചോദനം, ശോനമിത്ര, കാക്കജ്യേഷ്ഠ, വ്യക്തി ഹലോ, ഒരു ശ്ലോകം പറഞ്ഞില്ലേ? കാക്കജ്യേഷ്ഠ, പ്രചോദനം, ശോനമിത്ര, കാകജ്യേഷ്ഠ, ഭഗോധ്യാനം, ശ്വാനനിദ്ര, ഭഗോധ്യാനം. ഭഗോ എന്ന് പറയുമ്പോൾ കൊക്കാണ്. കൊക്കിനെ പറ്റി, കൊക്കിന്റെ ഏകാഗ്രത ഉണ്ടായിരിക്കണം. തഥൈവജ, കാകചേഷ്ട, ഭഗോധ്യാനം, ശ്വാനനിദ്ര, തഥൈവജ, അല്പാഹാരി, ഗൃഹത്യാഗി, വിദ്യാർത്ഥി, പഞ്ചലക്ഷണം. ഒരു ഉത്തമനായ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട 5 ഗുണങ്ങളുള്ള ഒരു സംസ്കൃത ശ്ലോകമാണത്. ഓക്കെ, ഇനിയും കൂടുതൽ കാര്യങ്ങൾ ലൈവായിട്ടിരിക്കാൻ, നമ്മൾ സജീവമായിട്ട് ഈ ജീവിതം മുന്നോട്ട് ജീവിക്കാൻ ഓരോരുത്തരുടെയും നിങ്ങൾക്കുള്ള അറിവുകൾ അതുകൂടി പറയാം നമുക്ക്.
ബഷീർ സാർ. ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഹലോ, നമ്മുടെ ഫീഡ്ബാക്ക് ടൈമാണ്. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ഹായ് മാജിക് മോർണിംഗ്, കേൾക്കാമോ? ഓ, കേൾക്കാം സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ആദ്യമായിട്ട് മാമിന്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞത്, ഞങ്ങൾ വടക്കുള്ളവർ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ ഭാഗത്തുള്ളവരുണ്ട്. തിരുവനന്തപുരം മുതൽ വിധുബാല തിരുവനന്തപുരമാണ്. ഇവിടെ ഇങ്ങനെ പറച്ചിലാണ്. തെക്കൻ ജില്ലയിലൊക്കെ ഇങ്ങനെ പറയും. ഈ കല്യാണാലോചനകളൊക്കെ വരുമ്പോഴേ വടക്കൂന്നുള്ള ആൾക്കാർ നല്ല ആൾക്കാരാണെന്ന് പറയും. ഞങ്ങൾ നേരെ മറിച്ചാ പറയും. ഞങ്ങളിപ്പോ പറയുന്നത് തിരുവനന്തപുരത്തുകാർ നല്ലവരാ, കാരണം വിധുബാലിനൊക്കെ ഞങ്ങൾക്ക് അറിയാം. ആണോ? താങ്ക് യു. അപ്പൊ ഞാൻ ഇനി ഇത് പറയുന്നവരോട് പറഞ്ഞേക്കാം, അവര് പക്ഷെ നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെയാ പറയുന്നതെന്ന്. പിന്നെ മാമ് ഈ ക്യാമറ ലൈറ്റിനെതിരെ വെച്ചാൽ മാമിന്റെ ഫേസ് നല്ലോണം കാണാൻ പറ്റും. ഓ, ഞാനേ മാമ് ലൈറ്റിന് എതിരാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. ഞാൻ സ്ഥിരമായി ലൈറ്റിനെതിരെ ഇരിക്കണം. ഓ, ഞാൻ സ്ഥിരമായിട്ട് ഇരിക്കുന്ന റൂം അല്ല ഇത്. നല്ല മാമിന്റെ മഴയാവുമ്പോ മുഖം കംപ്ലീറ്റ് ഇരുണ്ടായിട്ടാ നമുക്കൊക്കെ കാണുന്നത്. എനിക്ക് മാത്രമാണോ എന്നറിയില്ല. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. നമ്മളെ ലൈവായി നിൽക്കാനുള്ള ടിപ്സ് കുറെ മാം പറഞ്ഞ മാതിരി 2000 ക്ലാസ്സുകൾ കേട്ട ആൾക്കാരാണ് നമ്മള്. അപ്പോൾ നമ്മളൊരു കുറെ അനുഭവങ്ങളുണ്ട്. പല ആൾക്കാരും വന്നിട്ട് നമുക്ക് ക്ലാസ് എടുത്തുനിന്ന് നമുക്ക് നമ്മൾ രാവിലെ തന്നെ ഒരു പോസിറ്റീവ് വൈബിലാണ് ക്ലാസ്സിലേക്ക് വരുന്നത് തന്നെ. കാരണം ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞ പാടാണ് നമ്മൾ ക്ലാസ്സിലിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും മാമിന്റെ പറഞ്ഞ ഓരോ വാക്കുകളും നമ്മൾ ഉൾക്കൊള്ളും, ഉള്ളിലേക്കാണ് നേരിട്ട് ചെല്ലുക. നമ്മളെ മൈൻഡ് വളരെ ഫ്രഷ് ആണ്. അപ്പോൾ ഏതായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. ഉണ്ണികൃഷ്ണൻ സാർ, താങ്ക് യു ഫോർ ഇൻട്രൊഡ്യൂസിങ് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നതിൽ. താങ്ക് യു വെരി മച്ച്. ഹലോ, ഇതാണോ ഉണ്ണികൃഷ്ണൻ സാർ? അതെ, ഉണ്ണികൃഷ്ണൻ സാർ ഇതാണ്. ഉണ്ണികൃഷ്ണൻ സാർ നേരത്തെ കറണ്ട് ഇല്ലായിരുന്നു. ഞാൻ ഉണ്ണീന്നാണ് ഇങ്ങനെ, എനിക്കൊരു കൊച്ചു ആയിട്ടാ തോന്നിയിട്ടുള്ളത് ഇങ്ങനെ. അപ്പൊ ഞാൻ ഉണ്ണീന്ന് ആണ് എപ്പോഴും സംബോധന ചെയ്ത് പറയാറുള്ളത്. തീർച്ചയായിട്ടും എന്നെക്കാളും ചെറിയ കുട്ടിയാണ് ആള്. ആള് ചെറിയ കുട്ടിയാണ്. ഞങ്ങളെ കൂട്ടത്തില് ചെറിയ കുട്ടിയാണ്. എന്തായാലും ബഷീർ സാർ പറഞ്ഞതുപോലെ ഈ വിധുബാല, ഷൈനി, ഇങ്ങനെ തിരുവനന്തപുരത്തേര് കുറച്ചുണ്ട്. കോട്ടയക്കാരുണ്ട്, പല നാട്ടുകാരുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ ലൈറ്റിന്റെ കുറവ് ഞാൻ 2 പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ ചാറ്റ് ബോക്സിലുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ലൈറ്റ് നമ്മൾ റെക്കോർഡ് ആവുമ്പോഴേ യൂട്യൂബിലൊക്കെ വരുന്നതാണ്. അപ്പൊ കാഴ്ച മെസ്സേജായിരുന്നു. സാരില്ല, കുഴപ്പമില്ല. എന്തായാലും ക്ലാസ് നന്നായിട്ടുണ്ട്. താങ്ക് യു. അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക്. ഞാനിപ്പോ റൂം മാറിയിരുന്നു, അതുകൊണ്ടാണേ. മഴ കാരണം ഒരു റൂമിൽ ഇരുന്നിട്ട് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. പെട്ടെന്ന് ചെയ്ത ഒരു അറേഞ്ച്മെന്റ് ആണ്. ഗുഡ് മോർണിംഗ് മാം. വെരി ഗുഡ് മോർണിംഗ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടേ. എന്റെ ഈ എളിയ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ക്ലാസ് വളരെയധികം സന്തോഷമുണ്ട്, നന്ദി പറയുന്നു. മാഡം പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഓരോ പോസിറ്റീവായി കാര്യങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ അതൊരു വളരെ മെച്ചപ്പെട്ടൊരു ജീവിതത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി. അതായത് ഒരു ചേട്ടൻ കണ്ണ് കാണാത്തൊരു വ്യക്തിക്ക് ക്ലാസ്സുകൾ, PSC ക്ലാസ്സുകൾ പറഞ്ഞു കൊടുത്ത് ഇന്നിപ്പോൾ അത് നല്ലൊരു വലിയൊരു ക്ലാസ് ആയി ഗ്രൂപ്പുകളായി. ഇപ്പോൾ അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേനും കുട്ടികൾ
രക്ഷിതാക്കളും അടങ്ങുന്ന ഒരു സമൂഹം അവരുടെ ഈ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ആ ക്ലാസ്സിൽ നിന്ന് PSC മുഖേന ഒരുപാട് വ്യക്തികൾക്ക് ജീവിതത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് മാം വീണ്ടും മാമിന്റെ സൗകര്യത്തോടു കൂടി ക്ലാസ് എടുക്കാൻ വരണം എന്നതൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. നിങ്ങളെല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു. താങ്ക് യു. ഓക്കെ, തീർച്ചയായിട്ടും. മാജിക് മോർണിംഗ് മാം, നല്ലൊരു സെക്ഷൻ ആയിരുന്നു മാം. നല്ല പ്രസന്റേഷൻ. പിന്നെ നമുക്ക് ഉള്ള ഒരു അതെ, കേൾക്കുന്നുണ്ടോ മാം? കേൾക്കാം. നല്ലൊരു പ്രയോജനമുള്ളത്, അതുപോലെ തന്നെ നമ്മളിലുള്ള അറിവുകൾ കുറച്ചുകൂടെ നല്ല കൂട്ടാനുള്ള വർദ്ധിപ്പിക്കാനുള്ള ഒരു ക്ലാസ് കൂടെ ആയിരുന്നു. ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നിയത് നല്ലതായിട്ട് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഏതൊരു പ്രതികൂല സാഹചര്യം വന്നാലും നമുക്ക് ആ സമയത്തും എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നമ്മളെപ്പോഴും ആ സമയമൊക്കെ ഡൗൺ ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി. നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാല് ഒരു മനുഷ്യൻ പിന്നെ എന്താണ്, അവൻ എല്ലാത്തിനും ജയിച്ചു എന്നുള്ളതാണ്. നമ്മുടെ വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും കാം ആൻഡ് ക്വയറ്റായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ നമുക്കിതൊന്നും അപ്രോച്ചബിൾ ആവില്ല. ഒരവസരങ്ങളും നമുക്ക് അപ്രോച്ചബിൾ ആവില്ല. ഒന്നും നമുക്ക്, അതായത് ദുഃഖിച്ചിരുന്ന മനുഷ്യനൊന്നും നേടിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എപ്പോഴും ലൈവായിട്ടിരിക്കുക. ഓക്കെ, എനിക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ ലൈവായിട്ടിരിക്കുക എന്നുള്ള ഒരു വിഷയത്തിൽ വളരെ നല്ലൊരു വ്യക്തമായിട്ടും ലളിതമായിട്ട് തന്നെ നല്ലവണ്ണം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് മാം ക്ലാസ് എടുത്തത്. ഇനിയും വരണം മാം. മാമിന്റെ ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മാം. എന്റെ മായാസ് മൈൻഡ് ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ എല്ലാം ഉണ്ട്. മായ _S മൈൻഡ് ടോക്സ്. അപ്പോൾ അതിലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാനുമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് എപ്പോഴും കോണ്ടാക്ട് വെക്കാം. ഓക്കെ, ഈ ഒരു നല്ല ആക്റ്റീവായി നിൽക്കുന്ന ഗ്രൂപ്പ്. എൻ്റെ ഫോൺ നമ്പർ 9447617048. 9447617048. തീർച്ചയായും. താങ്ക് യു. മാജിക് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ ഒരു ബൈസ്റ്റാൻഡറായി നിൽക്കുന്നതിനെ കൊണ്ടാണ് ഇത് ഓണാക്കാൻ പറ്റാത്തത് ക്യാമറ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് മനസ്സിലായത്, നമ്മൾ ജനനം മുതൽ മരണം വരെ ഒരു വിദ്യാർത്ഥിയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ അറിവ് നേടാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ കാക്കയെ പോലെ, കൊക്കിനെ പോലെ, സ്വാനിനെ പോലെ, അതേമാതിരി മിതമായ ആഹാരമെല്ലാം കഴിച്ചിട്ടുള്ള അവരെ ക്വാളിറ്റീസ് എല്ലാം മനസ്സിലാക്കുക. അവരെ സ്ഥിരോത്സാഹവും ശ്രദ്ധയും, അപ്പം അവരൊക്കെ ഒരു അലേർട്ട്നെസ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മള് പിന്നെ മാം പറഞ്ഞ കാര്യം, നമ്മളെ ഒരു ഡയറി എഴുതുന്ന കാര്യമാണ്. അപ്പൊ ആ ഡയറി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങളെ പറ്റിയിട്ടാണെന്ന് മനസ്സിലായി. അപ്പം ജീവിതം പൂർണ്ണതയോടെ ജീവിക്കാനും അലേർട്ടായിട്ട് ജീവിക്കാനും, അതുപോലെ തന്നെ നമ്മൾ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനും, പിന്നെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം വരുമ്പോൾ അത് എങ്ങനെ നമ്മൾ തരണം ചെയ്യണം എന്നുള്ളതും ഒക്കെയാണ്. അപ്പൊ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ക്ലാസ് ആണ് ഇന്ന് ഉണ്ടായത്. അതിന് നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. നന്നായിട്ട് മാം. താങ്ക് യു. ഒരുപാട് സന്തോഷം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് ആസ്വദിച്ച് കേട്ടൊരു ക്ലാസ് ആയിരുന്നു മാം. അതുപോലെയാണ് നമുക്ക് ക്ലാസ് എടുത്ത് തന്നത്. ശരിക്കും എത്രയൊക്കെ വിചാരിച്ചാലും ചില സമയങ്ങളിൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചില സാഹചര്യങ്ങളില് നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ഇമോഷണൽ ആകാറുണ്ട്. അത് വെച്ച് പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ പിന്നീട് വിചാരിക്കും ഇങ്ങനെയൊന്നും ആവണ്ട, ഇത്രയും നാളെ ഞാൻ ക്ലാസ് കേട്ടിട്ടും എന്റെ കയ്യിൽ നിന്ന് പോകുന്നത്. ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. കേൾക്കാം മാം. ഇപ്പൊ കേൾക്കാവേ. ഡയറി എഴുതാറുണ്ട്, പക്ഷെ ശരിക്കും
ഞാനത് പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. ഇപ്പൊ മാം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പ്രധാനപ്പെട്ട മാത്രം എഴുതിയാൽ മതി. ഒരുപാട് എഴുതുമ്പോഴാണ് പിന്നെ വായിക്കാൻ പഠിക്കുന്നത്. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ഏത് സ്ഥലമാണ്? ഞാൻ കായംകുളമാണ്, കായംകുളം, ആലപ്പുഴ ജില്ല. അതുപോലെ നമ്പർ പറഞ്ഞ 944761 944761704 ഓക്കെ മാം. താങ്ക് യു. ട്രെയിനിങ് കൗൺസിലിംഗും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാം, അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. ഇനിയും തൃശ്ശൂർ എന്തെങ്കിലും നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന് അല്ലാതെയൊക്കെയുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയിച്ചാൽ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം, സൂം പ്ലാറ്റ്ഫോമിൽ അല്ലാതെ നേരിട്ട് കാണാം. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. എത്ര പേരുണ്ട് ഗ്രൂപ്പില്? ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ആളുണ്ട്. ഇപ്പോഴിന്ന് ഇച്ചിരി ആള് കുറവായിരുന്നു മാം. ഓ, എന്നാലും എത്ര പേരുണ്ടാവും? ഇപ്പൊ നിലവിൽ 17 പേര് ഇതിലുണ്ട്, ലൈവിലുണ്ട്. 17 പേര് ലൈവിലുണ്ട്. ഓ, ഓക്കെ. ഇല്ലെങ്കില് 10-25 പേരുണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് ഇച്ചിരി കുറവാണ് മാം. മഴയൊക്കെ ആയിട്ട് മടിച്ചു കാണും, ഉറക്കമായിരിക്കും. ചിലപ്പം അതൊക്കെ ആയിരിക്കാം. മഴ എങ്ങനെയുണ്ട് അവിടെ? നല്ല മഴയാണ് കോഴിക്കോട്. ഞാൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തും മഴയുണ്ട്. മാം പറഞ്ഞതുപോലെ ഞങ്ങളെപ്പോഴും പറയാറുള്ളത് അങ്ങോട്ട് വടക്കോട്ടുള്ളവർ എന്ത് നല്ല മനസ്സുള്ളവരാണ്. ഞാനത് അനുഭവിച്ചറിഞ്ഞതുമാണ്. അവരുടെ ആ ഒരു സ്നേഹവും നമ്മളെ ഇങ്ങോട്ടുള്ളത് പോലെ അല്ല. നമ്മളൊരു വഴി, ഒരു സ്ഥലത്തിന്റെ വഴി ചോദിക്കുകയാണെങ്കിൽ പോലും അവിടെ നിന്ന് നമുക്ക് ആ വഴി കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടേ പോകുള്ളൂ. അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ പെരുമാറ്റത്തിലാണെങ്കിലും വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. തിരക്കില്ല, ഈ ഓട്ടമില്ല. നമ്മളെ അടുത്ത് നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സമാധാനത്തില്. ഇവിടെ ഈ തിരുവനന്തപുരത്തോട്ട് വന്നാല് എല്ലാവർക്കും ഓട്ടമാണ്, ആർക്കും സമയമില്ലാത്ത പോലെയാണ്. വഴി ചോദിച്ചാൽ ഇങ്ങനെ ഒരു കൈ ചൂണ്ടിയിട്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരുമായിട്ട്. ഞാനൊരു വാടകയ്ക്ക് ഒരു സ്ഥലത്ത് വന്ന് 4 വർഷമായിട്ട് താമസിക്കുക. ഇവിടെ അപ്പുറം ഇപ്പുറമുള്ള മനുഷ്യര് ഞാൻ പോയി എന്നും നോക്കി നിന്ന് ചിരിക്കും അവരെ നോക്കി. എന്നിട്ട് ഞാൻ ചോദിക്കും, ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? ഇല്ല. ഈ ഒരു മറുപടി തന്നെയാണ്. വേറൊരു മറുപടി. പക്ഷെ കോഴിക്കോട് എനിക്കുള്ള ഒരു സൗഹൃദങ്ങളെന്ന് വെച്ചാൽ ഇന്നും അത് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ വളരെ നല്ല ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് അങ്ങോട്ടുള്ള ഒരു മനുഷ്യരുടെ മനസ്സും കൂടെ ആയിരിക്കാന്ന് വിചാരിക്കുന്നു. ചിലപ്പോ അവിടെ ഉള്ളവർക്ക് അറിയാഞ്ഞിട്ടാവാം, പക്ഷെ എല്ലാ പൊതുവെ മനസ്സിലാകുന്നില്ല. ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു മാം. മാജിക് മോർണിംഗ്. കേൾക്കാവോ മാഡം? കേൾക്കാം മക്കളെ, കേൾക്കാം. ഷൈജി മാഡം പറഞ്ഞതുപോലെ ഞാനും തിരുവനന്തപുരമാണ്. ബഷീർ സാറ് പറഞ്ഞതുപോലെ തിരുവനന്തപുരമാണ്. പൊതുവെ തിരുവനന്തപുരത്താർക്കെതിരെ അഹങ്കാരം കൂടുതലെന്നൊരു പറച്ചിലുണ്ട്. അത് കറക്റ്റ് ആണ്. പൊതുവെ അങ്ങനെ ഒരു സംസാരം ഉണ്ട് മാഡം. ഇപ്പൊ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങളാണ്. അപ്പൊ അവിടോട്ടുള്ളവർക്ക് നല്ല ഉള്ളിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരെല്ലാം എന്തൊക്കെയോ ഇല്ല, കുറച്ചൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അവർക്ക് എന്തൊക്കെയോ സംഭവങ്ങളാണെന്നൊരു തോന്നല് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു ഇതാണ്. അപ്പൊ അത് ഒരു സംസാരമാണ്. പിന്നെ ഇപ്പൊ ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഒരുപാട് വടക്കോട്ടുള്ള ആൾക്കാരെയാണ് ഞാനിപ്പോ പരിചയപ്പെട്ടത്. അതെല്ലാം നല്ല മനുഷ്യരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ബഷീർ സാറായാലും റസാഖ് സാറായാലും ജെമിന മാഡം കുറെ പേരെയൊക്കെ എനിക്ക് ഇപ്പൊ പരിചയമുള്ളതിൽ എല്ലാവരും നല്ല ആൾക്കാരാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാല് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. അതേസമയം നമ്മളെ ഇവിടെ ഉള്ള ആരുടെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവര് കുറച്ചുകൂടെ നമുക്ക് ഈ പെട്രോളിനകത്ത് കുറച്ച് മണ്ണെണ്ണോട് ഒഴിച്ചു തരുന്ന ഒരു സെറ്റപ്പാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആണ്. പിന്നെ ഇന്നിപ്പോ മാഡത്തിന്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നമുക്ക് സ്വയം അറിവുകൾ നേടിയെടുക്കണം. പിന്നെ നമുക്ക് പറഞ്ഞു തരുന്ന, അതായത് ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഇപ്പൊ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഒരുപാട് അറിവുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ നിന്നും ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള കുറെ മനസ്സിൽ പാഠങ്ങളുണ്ട്. അതും ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഏകാഗ്രത വേണം എന്നുള്ളത്, ജാഗ്രത വേണം എന്നൊക്കെ പലപ്പോഴും വിചാരിക്കും. പക്ഷെ ചില സമയങ്ങളിലൊക്കെ അത് അങ്ങ് പോകും.
ചില സമയത്തൊക്കെ നല്ല അലർട്ടായിരിക്കും, പക്ഷെ ചില സ്ഥലത്തൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോണ കാര്യങ്ങളാണ്. കയ്യിൽ നിന്ന് പോകുന്നത് നമുക്ക് ഇമോഷൻസിൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഞാൻ ഇമോഷണലി ഇത്തിരി കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എനിക്ക് കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് തിരിച്ചടികൾ കൂടുതൽ കിട്ടാറുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് എന്നെ അഫക്ട് ചെയ്യാറുണ്ട്. അതിപ്പോ കുറെയൊക്കെ ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഓവർകം ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും സ്റ്റേബിൾ ആകാൻ പറ്റണം. ഇമോഷണലി എനിക്ക് സ്റ്റേബിൾ ആവാൻ പറ്റില്ല. ചില കാര്യങ്ങൾ എന്നെ ബാധിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് 2-3 മാസങ്ങളോളം എന്നെ അത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് ഞാൻ എന്തായാലും മാഡത്തിന്റെ നമ്പർ കിട്ടിയത് നന്നായി. അല്ലാതെ പേഴ്സണലി വിളിച്ച് മാഡത്തിന്റെ അടുത്ത് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും പറ്റുമല്ലോ. അതുകൊണ്ട് അത് മനസ്സിലായി. പിന്നെ ഡയറി എഴുതുന്ന സ്വഭാവം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഇന്നിപ്പോ മാഡം പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് മനസ്സിലായി. അത് ചെയ്താൽ അതൊരു ഗുണമാണ് എന്നുള്ളത് മനസ്സിലായി. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഭയങ്കര ഒരു നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ നമുക്ക് ഇതിലോട്ട് കൂടെ കിട്ടിയ ആൾക്കാരിൽ നിന്നുള്ള കാര്യങ്ങൾ ഒരുപാട് നല്ലതാണ്. പിന്നെ മാഡത്തിന്റെ ക്ലാസ് അതിൽ ഭയങ്കര നല്ല ക്ലാസ്. അതാണ് ഒരു കൂട്ടർ ഒരു ഭാഗം അറിവെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള നല്ല ആൾക്കാരിൽ നിന്ന്, അറിവുള്ള ആൾക്കാരിൽ നിന്ന്, നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപക്ഷെ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള ആൾക്കാരാകാം. അവരിൽ നിന്ന് കിട്ടുന്ന അറിവാണ് ഒരു ഭാഗം, 4-1 ഭാഗം. പിന്നെ സ്വയം ശനി മാഡം പറഞ്ഞത് നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരെ എന്തെങ്കിലും വിളിച്ച് നമ്മളൊരു പ്രശ്നം പറയുകയാണെങ്കിൽ അവരത് കേൾക്കാൻ പോലും അത് തയ്യാറാവില്ല. മുഴുവൻ കേൾക്കാൻ പോലും അവർ തയ്യാറാണ്. ആ സമയം നമ്മളൊരു ബുദ്ധിമുട്ട് ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കത്തിലൊക്കെ ഞാൻ റസാഖ് സാറിന്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ എന്റെ മുഴുവൻ കാര്യങ്ങൾ സാർ കേട്ടു. എല്ലാ സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ എല്ലാ കാര്യങ്ങളും കേട്ടു. അതുപോലെ ക്ഷേമന മാഡം ഉള്ളതിന് പുള്ളിയും എല്ലാ കാര്യങ്ങളും കേൾക്കും. പക്ഷെ ഒരാൾ കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ആർക്കും ടൈം ഇല്ല. ശനിമാഡ് പറഞ്ഞ ടൈം ഇല്ല ആർക്കും ഇവിടെ. നമ്മൾ അടുത്ത ജനറേഷനായാലും ടൈം ഇല്ല. അതാണ് സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം. രാവിലെ തന്നെ ഈ കർക്കിടക മാസത്തിൽ രാവിലെ തന്നെ ഒരു സംസ്കൃത ശ്ലോകമൊക്കെ കേട്ടപ്പോ നല്ല മനസ്സിലൊരു പോസിറ്റിവിറ്റി തോന്നി. ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. നമ്മുടെ ടൈമാണ്, അതായത് ഈ ഒന്നാമത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓണായിരിക്കുന്ന ഒരു സമയമാണ്. ബോധ മനസ്സിലോട്ട് നമ്മൾ വരുന്നല്ലേ ഉള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡ് ആണോ ശ്ലോകമൊക്കെ കേട്ടപ്പോഴേ രാമായണ മാസമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഫീലിംഗ് വന്നപ്പോ തീർച്ചയായിട്ടും എന്ത് കേട്ടാലും ഈ ഒരു ടൈമിൽ നമ്മുടെ സബ് കോൺഷ്യസിലോട്ട് പോകും. തന്നെയല്ല, നിങ്ങൾ മെഡിറ്റേഷൻ കഴിഞ്ഞിരിക്കുന്ന ടൈമാണേ. ബഷീർ സാർ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അത്ര വേറൊരു സാഹചര്യം, ഇന്റേണലി നമ്മളൊരു പീസ്ഫുൾ ആയിട്ടുള്ള കാം ആയിട്ടുള്ള അവസ്ഥയിലിരിക്കുകയാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും അത് അപ്പാടെ അതുപോലെ നമ്മുടെ മൈൻഡിലേക്ക് കയറും. ഞങ്ങൾ അതിന് ഒരു ഭാഗ്യം ചെയ്തവരാ ഈ ബി മാജിക്കിലുള്ളവർ. ദിവസം ഇതുപോലെ നല്ല നല്ല ക്ലാസ്സുകൾ കേട്ടോണ്ടിരിക്കണേ. ഇന്നത്തേതിൽ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് വിദ്യാർത്ഥി പഞ്ചലക്ഷണം എന്ന് പറഞ്ഞത്. അതൊക്കെ ഒരുപാട് അത് നമ്മൾക്ക് ഇനി മക്കൾക്ക്, ചെറിയ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനോ ഒക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. മാജിക് മോർണിംഗ്. ഒരു ഡൗട്ട് ചോദിച്ചോടെ? എൻ്റെ പേര് രഞ്ജിത്താണ്. ഞാനൊരു ഈ സൈക്കോളജിക്കലി ഉള്ള കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് പറയുവാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുവാണ്. ഈ മാമ ആ വിഷയത്തിലുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ആളല്ലേ? എക്സ്പെർട്ടൈസ് ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് ഉള്ള അറിവ്. ഞാൻ ഈ സബ്ലിമിനൽസ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. സബ്ലിമിനൽ, അതായത് അത് ഉപയോഗമുള്ളതാണ്. സബ്ലിമിനൽസ് എങ്ങനെ റിസൾട്ട് കിട്ടുന്നതാണ്. അതായത് ഈ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അത് നമ്മൾ ഏത് കാര്യമാണോ അങ്ങനെ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വേർഡിങ്സിനെ നമ്മളൊരു പ്രത്യേക ഫ്രീക്വൻസിയിലാക്കിയിട്ട് ഒരു ഓഡിയോ പോലെ ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എഫേർട്ട്ലെസ് ആയിട്ട് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്റ്റീവ് ആകുമെന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. ഈ സബ്ലിമിനൽസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലുണ്ട്. അത് സയന്റിഫിക് ആണോ ഇല്ലയെന്ന് അറിയില്ല. അതിന് റിസൾട്ട് കിട്ടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ മാമിനുണ്ടോ? അത് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന നമ്മളിപ്പോ രാവിലെ ഈ ചെയ്ത ഒരു മെഡിറ്റേഷൻ ഉണ്ടല്ലോ, അതെ,
അതും ഒരു പ്രത്യേക ട്യൂണിങ്ങിലല്ലേ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് അല്ലേ, ഒരു ടൈമില് ഏകാഗ്രമായിട്ടിരുന്ന് നമ്മൾ മെഡിറ്റേഷനൊക്കെ അത് ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അത് നമ്മൾ നേരിട്ട് സബ് കോൺഷ്യസിലോട്ട് പോവുകയും അത് നിരന്തരം അതൊക്കെ മാനിഫെസ്റ്റേഷൻ ഒക്കെ പറയുന്ന കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഈ സാർ പറയുന്നത്. നിരന്തരം നമ്മൾ കേൾക്കുന്ന വാക്കുകൾ ഉപബോധ മനസ്സിലേക്ക് പോകും. അതായത് നമ്മുടെ ബ്രെയിൻ അത് അബ്സോർബ് ചെയ്യും. പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ. അതായത് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മായാസ് മൈൻഡ് ഡോഗ്സ് എന്നാണ് അതിൻ്റെ പേര്, ഒന്ന് നോക്കിയാൽ മതി. അതായത് RAS, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ബ്രെയിന് മുന്നിലുള്ള ഒരു കൂട്ടം ഒരു നാഡീവ്യൂഹമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ കാണുകയും കേൾക്കുകയും ശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് ബൈറ്റ്സ് ഓഫ് ഇൻഫർമേഷൻസ് ആണ്, ലക്ഷക്കണക്കിന്. അതായത് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് എനിക്ക് ഇന്നത് മാത്രം കണ്ടാൽ മതി, എനിക്ക് ഇത് മാത്രം കേട്ടാൽ മതി എന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ വിചാരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം കാണുന്നതെല്ലാം നമ്മൾ എടുക്കുകയാണ്, കേൾക്കുന്നത് എല്ലാം നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും. ഇതെല്ലാം ബ്രെയിനിലേക്ക് പോയാൽ അവിടെ ആകെ കൺഫ്യൂഷൻ ആവും അല്ലേ, ഇത്രയും ഇൻഫർമേഷനും കൂടെ. അപ്പോൾ ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ RAS ഒരു ഗേറ്റ് കീപ്പറായിട്ടാണ് നിൽക്കുന്നത്. ബ്രെയിനിന് മുന്നിൽ ഒരു ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കും. ആ വ്യക്തിക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും ആവശ്യമില്ലാത്തത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡ്യൂട്ടിയാണ് RASന്. നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇനി എങ്ങനെയാണ് വ്യക്തിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആ വ്യക്തിയുടെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മുടെ കൂടെ തന്നെയാണ് ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ. അപ്പോൾ അതിനറിയാം ആ വ്യക്തിയുടെ വാല്യൂസ് എന്താണ്, ആ വ്യക്തിക്ക് സർവൈവലിന് ആവശ്യമായ കാര്യങ്ങൾ എന്താണ്, അതുപോലെ ആ വ്യക്തിക്ക് ചിന്തകൾ, എപ്പോഴും ഉണ്ടാകുന്ന ചിന്തകൾ എന്താണ്. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഒരു റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റമാണത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും. മനസ്സിലായോ? നമ്മൾ ചിന്തിക്കുന്നത് ആസ് എ മാൻ തിങ്കത്ത് സോ ഈസി എന്നല്ലേ മഹാത്മാഗാന്ധി പറയുന്നതും മറ്റ് അറിയാവുന്ന പല ശ്രേഷ്ഠന്മാരായിട്ടുള്ള പല എക്സ്പെർട്ടായിട്ടുള്ള പല മഹത് വ്യക്തികളും പറയുന്നത് എന്താണോ ചിന്തിക്കുന്നത് അതാണെന്നാണ്. അങ്ങനെയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് തീവ്രതയോടെ, അതുകൊണ്ട് തന്നെയല്ലേ പൗലോ കൊയ്ലോയുടെ ഫേമസ് കോട്ടിങ്, ഒരു വ്യക്തി എന്താണോ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അത് അവന് സാധിച്ചു കൊടുക്കാനായിട്ട് ഈ യൂണിവേഴ്സ് മുഴുവനും കോൺസ്പിറസി, അതായത് ഗൂഢാലോചന നടത്തുമെന്നല്ലേ പറയുന്നത്. അപ്പൊ അത് സംഭവിക്കും പല പ്രാവശ്യം. നമ്മള് വണ്ടി ഓടിച്ചു പോകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ടയറൊക്കെ ഒരു പരുവായിട്ടുണ്ട്, എന്താന്ന് ഇനി ഏത് സമയത്താ റോഡിൽ കിടക്കുന്നതെന്ന് അറിയത്തില്ലെന്നൊരു 4 ദിവസം ചിന്തിച്ചാൽ മതി. അഞ്ചാമത്തെ ദിവസം ഷുവറാണ് നമുക്ക് വഴി കിടക്കും, ടയർ പഞ്ചറാവും. മനസ്സിലായോ? അപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്താണോ നമ്മൾ കൊടുക്കുന്നത്, കോൺഷ്യസ് മൈൻഡ്. ഞാൻ കൂടുതൽ പറയാഞ്ഞത്, നിങ്ങൾ ഇത്രയും ദിവസങ്ങളിലും ഒരുപാട് പേര് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. അതിന് തന്നെ നമുക്ക് സമയപരിമിതിയും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും മാം, അത് നമ്മള് 20 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ലല്ലോ മനഃശാസ്ത്രം. അപ്പൊ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. എന്തായാലും നല്ലൊരു സമയം നമുക്ക് 38 ആയിട്ടുണ്ട്. പിന്നെ അപ്പൊ അതിന്റെ പരിധി വെച്ചിട്ട് നമുക്ക് വേണ്ടിട്ട് ഓക്കെ, നമ്മുടെ ബോധ മനസ്സ് എന്താണോ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ അതാണ് പറയുന്നത്, എപ്പോഴും നമ്മൾ അവെയർ ആയിരിക്കുക. നമ്മളുടെ സംഭാഷണങ്ങളിലും പ്രവൃത്തികളിലും ചിന്തകളിലും എല്ലാം പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ എപ്പോഴും അലേർട്ട് ആയിരിക്കുക, അവെയർ ആയിരിക്കുക. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം. ജീവിതം മനോഹരമായ ഒരു സാഹസിക യാത്രയാണ്. ജനനം മുതൽ മരണം വരെ മനുഷ്യൻ ഒരു വിദ്യാർത്ഥിയാണ്. ജീവിച്ചിരിക്കുന്നിടത്തോളം നാം നന്നായിട്ട് ജീവിക്കുക. കാക്കയുടെ ദൃഷ്ടി പോലെ അറിവ് നേടി, കൊക്കിനെ പോലെ ഏകാഗ്രതയോടെ, നായയുടെ ജാഗ്രതയോടെ, ഇന്ദ്രിയങ്ങൾക്ക് പോസിറ്റീവായ ഭക്ഷണം കൊടുത്ത്, സമൂഹത്തിനോടും നമ്മളോടുമുള്ള കർത്തവ്യങ്ങളും കടമകളും നിറവേറ്റി, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ലൈവായി ജീവിക്കുക. ജീവിതം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ കുറിച്ചാണ് എല്ലാം. കേവലം നിലനിൽക്കുക എന്നതല്ല, മറിച്ച് മുന്നോട്ട് പോകുക, നേടുക, കീഴടക്കുക.
മനോഹരമായ നല്ലൊരു സെഷൻ ഇന്ന് നമുക്ക് നൽകിയ മായാമാമിനെ ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു മായാമാം. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you all. Thank you all. Thank you, ma'am.